ഒരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഈത്തപ്പഴം കുരു കളഞ്ഞ് കുറച്ച് വിനാഗിരി ചേർത്ത് വെക്കുക. ഈത്തപ്പഴം കുതിർന്ന ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കായവും ചേർക്കാം. ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ കൂടെ പപ്പായയും മാങ്ങയാണ് ചേർക്കുന്നത്. പപ്പായ കുറച്ച് വിനാഗിരിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതായിരുന്നു. മാങ്ങ പച്ചമാങ്ങ നന്നായി കിട്ടുന്ന സമയത്ത് ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. അത് രണ്ടുമാണ് ഇതിൽ ഈത്തപ്പഴത്തിൻ്റെ കൂടെ ചേർത്തത്. ഈ പപ്പായക്ക് പകരം ക്യാരറ്റോ ബീട്രൂട്ടോ ചേർക്കാം. പിന്നെ പച്ചമാങ്ങക്ക് പകരം നമുക്ക് ചെറുനാരങ്ങ ഉപ്പിലിട്ട് വെച്ചതും ചേർക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. ഇതിലേക്ക് ഇനി കടുകും ഉലുവയും വറുത്ത് പൊടിച്ചതും കൂടി ചേർക്കണം. പിന്നെ കുറച്ച് നല്ലെണ്ണയിൽ കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയാണ്. നല്ല മധുരവും പുളിയും എരിവൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.